ഗൈസ്, ബോംബും മിസൈലും കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്തുള്ള ഡാറ്റ വെച്ചും എതിരാളികൾക്ക് മുൻകൈ കിട്ടാം. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്സ് നടക്കുന്നത്. ആൻഡ് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഉദാഹരണത്തിന് ഇപ്പോൾ വാട്സ്ആപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്സ്ആപ്പിനകത്ത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിലേക്ക് പോവുക. അവിടെ പ്രൈവസിയിൽ ഏറ്റവും താഴെ അഡ്വാൻസ്ഡിൽ പോവുക. അൺനോൺ അക്കൗണ്ടുകളിൽ നിന്നും അനാവശ്യമായ ഫിഷിംഗ് മെസ്സേജുകൾ വരാതിരിക്കാനായി ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കുക. നിങ്ങളുടെ IP അഡ്രസ് ചോർത്തിക്കൊണ്ടുപോയി ലൊക്കേഷൻ കണ്ടുപിടിക്കാതിരിക്കാനായി IP അഡ്രസ് പ്രൊട്ടക്ഷൻ ഓൺ ആക്കുക. അനാവശ്യമായ ഫിഷിംഗ് ലിങ്കുകൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആവാതിരിക്കാനായി ലിങ്ക് പ്രിവ്യൂകൾ ഡിസേബിൾ ചെയ്യുക. ഓൾസോ അറിയാത്ത ആൾക്കാരിൽ നിന്നും വരുന്ന ഇമെയിലുകളിലെ അറ്റാച്ച്മെന്റുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. ആൻഡ് ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് അറിയാവുന്ന അക്കൗണ്ടുകളിൽ നിന്നും ഈ ഫോട്ടോ നിങ്ങളുടേതാണോ എന്നൊക്കെ പറഞ്ഞു വരുന്ന മെസ്സേജുകൾ പോലും ഓപ്പൺ ആക്കരുത്. കാരണം അവർ ഓപ്പൺ ആക്കി ഓൾറെഡി അവരുടെ അക്കൗണ്ട് ഹാക്കാക്കി കോംപ്രമൈസ് ആയി പോയി എന്നുള്ളത് കൊണ്ടാണ്. കൂടാതെ സെറ്റിംഗ്സിനകത്ത് വയർലെസ് എമർജൻസി അലേർട്ട്സ് സെർച്ച് ചെയ്ത് ആ ഒരു കാര്യം ഓൺ ആക്കി വെക്കുക, ഗവൺമെന്റിന്റെ അലേർട്ട്സ് എല്ലാം കിട്ടാനായി. സോ നമ്മൾ കാരണം എതിരാളികൾക്ക് യുദ്ധത്തിൽ യാതൊരു അഡ്വാൻറ്റേജും കൊടുക്കാതിരിക്കാനായി നമ്മൾ നോക്കേണ്ടതാണ്. സോ സ്റ്റേ അലേർട്ട്.